എന്താണ് വഖഫ് എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഖഫ് എന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് വഖഫ് എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് വഖഫ് ബോർഡിൻ്റെയാണ്, ഇത് വഖഫ് ബോർഡിൻ്റെയാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് വഖഫ് എന്ന പദം കൊണ്ട്, നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വഖഫ് is a term in Islamic law that refers to the permanent dedication of property for religious, pious or charitable purposes. Once donated as waqf, the property cannot be sold, transferred or given as a gift. In the context of reciting Quran, waqf refers to the act of stopping or pausing while reciting. The word waqf comes from the Arabic verb waqufa, which means to retain, hold or bind. Which means, ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, which means to retain, hold പിടിച്ചു വെക്കാം, റിട്ടൈൻ ചെയ്യാം, ഹോൾഡ് or bind. ഇങ്ങനെ ഈ റിലീജിയസ്, പയസ്, ചാരിറ്റബിൾ പർപ്പസസിന് വേണ്ടി കൊടുക്കപ്പെടുന്ന ഭൂമി വൺസ് ഡൊണേറ്റഡ് ആസ് വഖഫ്, അതാണ് വഖഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡൊണേറ്റ് ചെയ്യുകയാണ്, വൺസ് ഡൊണേറ്റഡ് ആസ് വഖഫ്, വഖഫിന് കൊടുക്കുകയാണ് ആളുകൾക്ക് നന്മ വരാനായിട്ട്. ഏതാളുകൾക്ക് എന്നുള്ളതാണ് അവിടെ ചോദ്യം. ആളുകൾക്ക് നന്മ വരാനായിട്ട് എന്ന് പറയുമ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി, അവരുടെ നന്മയെ കരുതി പ്രവാചകൻ ഏർപ്പെടുത്തിയ ഒരു കാര്യമാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ് refers to the act of stopping or pausing while reciting. The word waqf comes from the Arabic verb waqafa, which means to retain or hold or bind. ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസികൾക്ക് വേണ്ടി അവരുടെ നന്മയെ കരുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒന്നാണ് വഖഫ് എന്ന് പറയുന്ന ഈ സംഗതി. പക്ഷേ അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ്, ആ അർത്ഥത്തിലല്ലാതെ ഏതൊരു ഭൂമിയും വഖഫാണ് എന്ന് പറഞ്ഞാൽ, വഖഫിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ അത് പിടിച്ചെടുക്കാം എന്നുള്ള ഒരു നിയമം 1954 കൊണ്ടുവന്നു. 1954 മുതൽ തുടങ്ങിയതിൻ്റെ അപകടങ്ങൾ, അതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങളൊക്കെ മാറി മറിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നു, ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അത് വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അത് വഖഫിൻ്റെ ആയി. ഒരു കോടതിയിലും പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇതിൻ്റെ ഈ ട്രിബ്യൂണൽ പറയുന്നതാണ് പരമമായിട്ടുള്ള വിധി എന്ന് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് വിധി, ഇതിനപ്പുറത്തേക്കൊരു വിധിയില്ല. സിവിൽ കോർട്ടിൽ പോയാലും നിങ്ങൾ വിജയിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. വഖഫിൻ്റെ ആണ് ഭൂമിയെങ്കിൽ, വഖഫിൻ്റെ ആണ് ഈ സ്വത്തുവകകളെങ്കിൽ, എന്താണ് ചാരിറ്റബിൾ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എല്ലാം കൂടി പിടിച്ചടക്കി അവരുടേതായിട്ടുള്ള ഒരു സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഇത് മാറി പറഞ്ഞു പോയിരിക്കുന്നത്. ഇതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ പോയിരിക്കുന്നത് 2047 ആ ലക്ഷ്യം ഉദ്ദേശിച്ച് തന്നെയാണത് മാറി മറിഞ്ഞ് പോയിരിക്കുന്നതിന് കാരണക്കാരനായിട്ടുള്ള ആൾ ജവഹർലാൽ നെഹ്റു തന്നെയാണ്. 1954 47 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ ഭരിച്ച ആൾ ജവഹർലാൽ നെഹ്റു അല്ലേ? ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ്, 1954 ഈ വഖഫ് ആക്ടിന് ഒരു അമെൻഡ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതുവഴിയാണ് ഈ അപകടങ്ങളെല്ലാം
ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം ലോയാണിത്. ഇതൊരു മുസ്ലിം ലോയാണ്. ഈ മുസ്ലിം ലോ അനുസരിച്ചാണ് മറ്റുള്ളവർ ജീവിക്കേണ്ടത് എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ലോ അനുസരിച്ചിട്ടാണ് മറ്റുള്ളവരും ജീവിക്കേണ്ടത്. അതാണല്ലോ അവരുടെ ഉദ്ദേശം. ഒന്നുകിൽ മതം മാറുക, അല്ലെങ്കിൽ രാജ്യം വിട്ടുപോവുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക. ഇതാണ് അവരുടെ ലക്ഷ്യവും അവരുടെ ഉദ്ദേശവും അത് തന്നെയാണ്. അപ്പോൾ ബഹുസ്വരമായിട്ടുള്ള ഒരു ഭൂമികയിൽ ഇത് എങ്ങനെയാണ് ആളുകളെ ബാധിക്കുക എന്നുള്ളത് വളരെ കിരാതമായിട്ടുള്ള ഒരു അമെൻഡ്മെൻറ്റ് തന്നെയായിപ്പോയി 1954 ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന ആ അമെൻഡ്മെൻറ്റ്. മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന ആ അമെൻഡ്മെൻറ്റ് വളരെ കിരാതമായി എന്ന് തന്നെയാണ് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുക. അത് എടുത്തു നോക്കിയാൽ ആർക്കും അത് വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ്. വഖഫിൻ്റെ ലോ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്കും വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ്. മുനമ്പം പോയി ഇപ്പോൾ ചെല്ലാനത്ത് എത്തി, വയനാട്ടിലും ഇതൊക്കെ എത്തി എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. നോട്ടീസ് കൊടുത്ത് 8 വീടുകൾക്ക് 8 ആളുകൾക്ക് നോട്ടീസ് കൊടുത്തു, നിങ്ങളുടെ ഭൂമിയാണെന്ന് നിങ്ങൾ വന്ന് തെളിയിക്കണം. എന്ത് അതിക്രമമാണ് ഈ പറയുന്നത്? എൻ്റെ കൈവശം ഇരിക്കുന്ന ഭൂമി, എൻ്റെ അച്ഛനായിട്ട് എനിക്ക് തന്ന ഭൂമി, എനിക്ക് തന്ന സ്വത്തുവകകൾ, ഇത് തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആരോട് പറയാൻ കൊള്ളാം? എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ബില്ല് അമെൻമെൻറ്റ്, ഈ വഖഫിൻ്റെ നിയമം അമെൻഡ് ചെയ്തുകൊണ്ട് വരുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഇതെല്ലാം പിടിച്ചടക്കണം എന്നുള്ളതാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? ആണോ എന്നാണ് ചോദിക്കുന്നത്. ആണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെയാണോ ഇതിവിടെ നടക്കുന്നത്? ഇതിനെതിരെ ശബ്ദിക്കാൻ ഒരു ഇടതുപക്ഷവും ഇല്ല, ഒരു വലതുപക്ഷവും ഇല്ല. കാരണം ഇവരൊക്കെ അവരുടെ കൂടെയാണ്. പാവപ്പെട്ട ആളുകളുടെ മുനമ്പത്തുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ടു. ഒരു അമ്മച്ചി വന്നിട്ട് പറയുന്നത് കേട്ടു, ഇത് ഞങ്ങൾ കാലാകാലമായിട്ട് എൻ്റെ അപ്പനപ്പന്മാരായിട്ട് തന്നെ ഇവിടെ താമസിച്ചാണ്, ഞങ്ങൾക്ക് ഇവിടുന്ന് വിട്ടുപോകാനായിട്ട് കഴിയില്ല. അവർ ആ ഭൂമിയിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്ന അവരുടെ കിടപ്പാടം ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നമ്മൾ ആലോചിക്കണില്ലേ? ആരും ആലോചിക്കുന്നില്ലേ? ആർക്കും ഇതൊന്നും ആലോചിക്കണ്ടേ? എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമാണോ ഉള്ളൂ? അവരവരുടെ കാര്യം മാത്രമാണോ ഉള്ളത്? പക്ഷെ നാളെ നിങ്ങളെയും ബാധിക്കാം, എന്നെയും ബാധിക്കാം. ആരുടെ മേർക്കും ഇത് ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി ഇതെല്ലാം തണുത്ത് ആറിപ്പോവും. ഇവർ വഖഫ് തത്വങ്ങൾക്ക് എതിരാണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് വഖഫ് തത്വം? മുസ്ലിം ലോ അതിനെതിരാണ്. മുസ്ലിം ലോയ്ക്ക് എതിരാണ് ഈ കൊണ്ടുവരാൻ പോകുന്ന അമെൻഡ്മെൻറ്റ്. അതുകൊണ്ട് അതിനെതിരെ ഇവരെല്ലാവരോട് ചേർന്ന് പ്രമേയം പാസ്സാക്കി. എന്ത് പ്രമേയം പാസ്സാക്കിയാലും എങ്ങനെയൊക്കെ പാസ്സാക്കിയാലും ഇതിവിടെ നടക്കാൻ പോകുന്നില്ല. അങ്ങനെ നടക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. കാരണം മറ്റുള്ളവർക്കും ഇവിടെ ജീവിക്കണ്ടേ? അതാണ് ചോദ്യം. ഈ ആളുകളൊക്കെ BJP-യിലേക്ക് പോയി BJP ഫാസിസ്റ്റ്, അത് ഫാസിസ്റ്റ്, ഇത് ഫാസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? ആരെയാണ് നിങ്ങളൊക്കെ പറ്റിക്കുന്നത്? നിങ്ങൾ ഇത്രയും കാലം പറ്റിച്ചില്ല. ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് വലതുപക്ഷ തീവ്രവാദികൾ എന്നൊക്കെ, വലതുപക്ഷ തീവ്ര ചിന്താഗതിക്കാരായ ക്രിസ്ത്യാനികൾ എന്നൊക്കെ അടുപ്പൂട്ടി ചർച്ചയിലിരുന്ന് ഒരു വിദ്വാൻ പറയുന്നത് കേട്ടു. അദ്ദേഹം ചോദിക്കുന്നത്, ഇത് ഡിസ്ട്രിക്ട് ജഡ്ജാണ് ഇതിൻ്റെ ഈ വഖഫ് ട്രൈബ്യൂണലിൻ്റെ തലപ്പത്തിരിക്കുന്ന ചെയർമാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെയാണ്? ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കണ്ടില്ല. അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു MP, ആ MP ആണ് ഇതിൻ്റെ ഹെഡായിട്ട് ചെയർമാനായിട്ടിരിക്കുന്നത്. പിന്നെ ഒരു നസീർ. അങ്ങനെ 3 മുസ്ലിം നാമധാരികളാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവരുടെ മുമ്പിൽ ചെന്നിട്ട് ഇത് എൻ്റെ ഭൂമിയാണ്, ഇത് വഖഫിൻ്റേതല്ല എന്ന് തെളിയിക്കണമെന്നാണ് പറയുന്നത്. എങ്ങനെ സാധിക്കും? 1800 വർഷം മുമ്പ് ഒക്കെ ഉള്ള ആ ഭൂമി ഇത് വഖഫിൻ്റേതല്ല എന്ന് നമ്മൾ തെളിയിക്കുന്നത് എന്തിനാണ്? ഇത് എൻ്റെ ഭൂമി അല്ല എന്ന് അവർ തെളിയിക്കട്ടെ. വഖഫെന്ന് എഴുതി വെച്ചുകൊണ്ട് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അത് വഖഫിൻ്റേതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആകുന്നില്ലല്ലോ. ആ പ്രമാണത്തിൽ അതുണ്ടോ? അതാണ് ചോദ്യം. പ്രമാണത്തിൽ അതില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ വഖഫാവുന്നത്? എങ്ങനെയാണ്? വഖഫ് എന്നുള്ള നാമം തന്നെ ദാനമായിട്ട് കൊടുക്കുന്ന, പിടിച്ചെടുക്കാം, ഹോൾഡ് ചെയ്യാം എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത്. പിടിച്ചെടുക്കുകയും ഹോൾഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആ ഭൂമി. അപ്പോൾ ഈ വഖഫിന് ആരുടെയും ഭൂമി പിടിച്ചെടുക്കാമെന്നുള്ളതാണോ
വഖഫ് ബോർഡിന് ആരുടെയും ഭൂമി പിടിച്ചെടുക്കാം എന്നുള്ളതാണോ അർത്ഥമാക്കുന്നത്? അപ്പോൾ ഈ കിരാത നിയമം ഇവിടെ ഇല്ലാതാവണം. ഈ കിരാത നിയമം ഇവിടെ ഇല്ലാതാവണം. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് എടുക്കേണ്ടത്. അതല്ലാതെ അമെൻഡ്മെൻറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല. വീണ്ടും ഒരു അമെൻഡ്മെൻറ്റ് കൊണ്ട് കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇത് ഈ കിരാതമായിട്ടുള്ള ഈ ആക്ട് തന്നെ ഇല്ലാതാക്കണം എന്നുള്ള കാര്യമാണ് ഇവിടുത്തെ ഈ മുനമ്പത്തെ ആളുകൾ മാത്രമല്ല, മുനമ്പത്തെ ആളുകൾ അങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ നിയമം വേണ്ട, ഈ നിയമം തന്നെ ഇല്ലാതാക്കണം എന്നാണ് അവർ പറയുന്നത്. വയനാട്ടിലെ ആളുകളും പറയുന്നത് അങ്ങനെ തന്നെയാണ്, ഞങ്ങൾക്ക് ഈ നിയമം വേണ്ട. മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഈ നിയമം വേണ്ട, ഈ കിരാത നിയമം വേണ്ട. എൻ്റെ ഭൂമി നാളെ സുപ്രഭാതത്തിൽ നേരം വെളുക്കും പറയുകയാണ് ഇത് വഖഫിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയ എൻ്റെ വീടും എൻ്റെ ഭൂമിയും എൻ്റെ വസ്തുക്കളൊക്കെ ഞങ്ങൾ എങ്ങോട്ട് പോകും? എവിടേക്ക് പോകും? ഞങ്ങൾ എങ്ങോട്ട് പോകും? അതാണ് ചോദിക്കുന്നത്. മുനമ്പത്തെ 610 കുടുംബങ്ങൾ ചോദിക്കുന്നത് അതാണ് അവർ അവിടെ സത്യാഗ്രഹം ഇരിക്കുന്നത്. അതിനാണ് അവർ നിരന്തരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. ഈ സപ്പോർട്ട് നമ്മുടെ ഈ എലക്ഷൻ വന്നതുകൊണ്ട് മാത്രമാണ് ഈ സപ്പോർട്ടൊക്കെ ഇവർക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഇപ്പോഴും കിട്ടില്ല. നമ്മളൊന്നും ഈ പുറം ലോകമൊന്നും ഇതൊന്നും അറിയില്ല. ആ പാവപ്പെട്ടവർ അവിടെ അങ്ങനെ ഇല്ലാതായി പോകുന്ന വളരെ നികൃഷ്ടമായിട്ടുള്ള ഈ നിയമം കൊണ്ട്, നികൃഷ്ടമായ ഈ നിയമം കൊണ്ട്, ഈ കിരാതമായ ഈ നിയമം കൊണ്ട്, വഖഫ് എന്ന് പറയുന്ന ഈ നിയമം കൊണ്ട്, ഈ ആക്ട് കൊണ്ട് അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല, അനുവദിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്.